കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമുക്ക് രാത്രിയിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൊട്ടിയാണ് ഇന്ന് കാണിക്കുന്നത്. ചപ്പാത്തിയും പൂരിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും, വളരെയധികം ടേസ്റ്റിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൊട്ടിയാണ്, ഒരു ഫ്ലാറ്റ് ബ്രെഡ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത നല്ല ചൂടുള്ള വെള്ളം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഒരു 3 ആൾക്ക് കഴിക്കാനുള്ള റൊട്ടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റാക്കിയതും കൂടി ചേർക്കാം. ബട്ടറിന് പകരം നെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. പൊടിക്ക് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. ഈ വെള്ളത്തിലേക്ക് നമുക്ക് നല്ല ടൈറ്റായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പൊടി പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും പൊടി കുറച്ചൊന്ന് തണുത്ത് കിട്ടും. അതായത് നമുക്ക് കുഴക്കാൻ പാകത്തിലൊന്ന് ചൂട് കുറഞ്ഞ് കിട്ടും. ആ സമയത്ത് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറുന്നത് വരെ കുഴച്ചെടുക്കുക. പിന്നെ ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. മൈദ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റും ഒന്നുകൂടി നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാനെപ്പോഴും ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ബൗളിലൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. മാവ് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പരത്തുന്ന മാറ്റിൽ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ചെറിയ പൂരി ഉണ്ടാക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പൂരിക്ക് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിൻ്റെ പകുതി അത്രയും വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മുഴുവനും ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ആദ്യം നമ്മൾ റെഡിയാക്കിയതിൽ നിന്നും 2 ഉരുള എടുത്തിട്ട് അതിൽ നിന്നും ഒരെണ്ണം ആദ്യം പരത്തിയെടുക്കാം. നമ്മൾ 2 വെച്ചിട്ട് ഒരുമിച്ചാണ് ഈ ഒരു റൊട്ടി ഉണ്ടാക്കുന്നത്. നമ്മൾ റുമാലി റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഏകദേശം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഉരുള എടുത്തിട്ട് ഒരു പൂരിയുടെ അത്രയും വലുപ്പത്തിൽ, ചെറിയൊരു പൂരിയുടെ അത്രയും വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇതിവിടെ മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത്തെ മാവും നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. പൂരിയുടെ അത്രയും വലുപ്പത്തിൽ 2 പരത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് പരത്തിയെടുക്കണം. അതിനായിട്ട് ഏതെങ്കിലും ഒരു പൂരിയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ബട്ടർ ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഗോതമ്പ് പൊടി വിതറി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പൂരി ഇതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല നേരിയതായിട്ട് കിട്ടും. ഒരു ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. നമ്മുടെ ബ്രെഡ് ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഓരോന്നും പരത്തും തോറും ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചപ്പാത്തി തവയിലിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തേത് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും എളുപ്പമാണ്. അപ്പോൾ ചൂടായ തവയിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ അങ്ങ്
ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഈ ഒരു 2 രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം. ഇത് ഞാനിപ്പോൾ എണ്ണയൊന്നും പുരട്ടാതെ, ബട്ടറോ എണ്ണയൊന്നും പുരട്ടാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിതിൽ ധാരാളം ബട്ടർ ചേർത്തിട്ടുണ്ട് കുഴക്കുന്ന സമയത്ത്. അതുകൊണ്ട് ചുട്ടെടുക്കുന്ന സമയത്ത് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കിങ്ങനെ എണ്ണയും ബട്ടറൊന്നും പുരട്ടാതെ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അതല്ലെങ്കിൽ ബട്ടർ പുരട്ടിയിട്ടും നമുക്ക് ചുട്ടെടുക്കാം. അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു റൊട്ടി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രെഡ് ഇതുപോലെ ബട്ടർ പുരട്ടിയിട്ട് കുറച്ചൊരു 1 ടീസ്പൂൺ വരെയൊക്കെ ബട്ടർ ഇതുപോലെ തവയിലിട്ടിട്ട് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ബ്രെഡ് ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും, കുറച്ചുകൂടി നല്ല മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നമുക്കിതിൻ്റെ അടിയിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ സ്പൂണിലെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലും കുറച്ച് ബട്ടർ നമുക്ക് വീണ്ടും തവയിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ 2 വശത്തും നല്ലതുപോലെ ബട്ടറായി കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൊട്ടിയുടെ 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റൊട്ടി ഉണ്ടല്ലോ, എണ്ണയും ബട്ടറൊന്നും പുരട്ടാതെ ഉണ്ടാക്കിയിട്ടില്ല, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ പുറം ഭാഗം നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിരിക്കും, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ കൂടുതൽ എണ്ണ അല്ലെങ്കിൽ ബട്ടർ വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പിന്നെ കുഴക്കുന്ന സമയത്ത് ബട്ടർ ചേർത്തതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു ഫ്ലേവർ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ബട്ടർ ചേർത്ത റൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റൊട്ടി മുഴുവനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 പീസായിട്ട്, നമ്മൾ 2 എണ്ണം വെച്ചിട്ട് പരത്തിയതാണല്ലോ, അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് എടുക്കുമ്പോൾ തന്നെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. വളരെ എളുപ്പമാണ്. റുമാലി റൊട്ടിയൊക്കെ പോലെ നമുക്ക് വളരെ നേരിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നമുക്കിത് ഓരോന്നും എടുത്തിട്ട് 2 ആക്കി മടക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ വളരെ ടേസ്റ്റിയും നല്ല ഭംഗിയുള്ള റൊട്ടി മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പൊതുവേ ഉണ്ടാക്കാറുള്ളത് ഡിന്നറിനാണ് കേട്ടോ. കറി നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾ കറി അല്ലെങ്കിൽ പനീർ കറി, ചിക്കൻ കറി എന്താണെങ്കിലും കുഴപ്പമില്ല. മീൻ കറിയുടെ കൂടെ പോലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് തൈരോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് പോലും കഴിക്കാൻ നല്ല രുചിയാണ്. കാരണം നല്ല സോഫ്റ്റ് റൊട്ടിയാണ്. പിന്നെ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു സിമ്പിൾ കറി ഉണ്ടായാൽ തന്നെ വളരെ രുചിയായിട്ട് നമുക്ക് ഈ ഒരു റൊട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thank you.